السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من اصطفى وعلى آله وصحبه أجمعين أما بعد. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. മുഹറം 10ലേക്ക് അതിൻ്റെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങൾ അള്ളാഹു ആദരിച്ച ദിവസങ്ങളാണ്. മുഹറം 10 മുത്തുനബിയുടെ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ മുഴുവനും അവരുടെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിനമാണ്. ഈ ആശൂറ ദിവസം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ജന്തുജാലകങ്ങൾക്കും ഹിംസ്ര ജീവികൾക്കും ഈ മുഹറം 10 വലിയ ആദരവുകൾ കൊടുത്തിട്ടുണ്ട്. ഖൈസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ആശൂറ ദിവസം വന്യമൃഗങ്ങൾ നോമ്പെടുക്കാറുണ്ട്. ഇങ്ങനെ വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരാൾ ആശൂറ ദിവസം കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറച്ചാളുകൾ മൃഗത്തെ അറക്കുന്നത് കണ്ടു. അവരോട് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് മൃഗങ്ങളും നോമ്പെടുക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നാൽ അത് മനസ്സിലാക്കി തരാം. അവർ അയാളെയും കൂട്ടി ഒരു തോട്ടത്തിലേക്ക് ചെന്നു. അയാളെ അവിടെ നിർത്തി. അസറിന് ശേഷമായപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം മൃഗങ്ങൾ അവിടെ വന്നു. ആ തോട്ടത്തിൽ നിന്നും ഒന്നും ഭക്ഷിക്കാതെ ആകാശത്തേക്ക് തല ഉയർത്തി നിന്നു. ചുറ്റും അവകൾ നിന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ മൃഗങ്ങളെല്ലാം വേഗം വന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുകയും ഇത് അദ്ദേഹം കാണുകയുണ്ടായി. ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ 1-ാം വാള്യത്തിൽ 52-ാമത്തെ പേജിൽ ഈ കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആശൂറയിൽ നോമ്പ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഫതഹ് ബിൻ ശഖ്റഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും റൊട്ടി പൊടിച്ച് ഉറുമ്പുകൾക്ക് നൽകാറുണ്ട്. എന്നാൽ ആശൂറ ദിവസമായാൽ ഉറുമ്പുകൾ അത് ഭക്ഷിക്കാറില്ല. അബ്ബാസി ഖലീഫയായ ഖാദിർ ബില്ലാഹ് എന്നിവർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ ദിവസത്തെ ഈ സംഭവത്തെക്കുറിച്ച് അബുൽ ഹസൻ ഖസ്വീനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തന്ന മറുപടി അന്ന യൗമ ആശൂറ തസൂമുഹുൻ നംല എന്നാണ്. ആശൂറ ദിവസത്തിൽ ഉറുമ്പുകൾ നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ലതായിഫുൽ മആരിഫിലെ 1-ാം വാള്യത്തിലും ഇതും പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹു ആദരിച്ച ദിവസമാണ്. നമ്മിലേക്ക് ഇതാ കടന്നു വരുന്നു. അതിൻ്റെ ഹക്കുകൾ വീട്ടി അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.